പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കേൾക്കാമല്ലോ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ആമേൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കെടുപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യേ നിൽപ്പാൻ ദൈവം അവസരം തന്നതുകൊണ്ട്, എന്നെ പ്രാപ്തനാക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ പല മീറ്റിങ്ങുകളിൽ ഇതുപോലെ പങ്കെടുപ്പാൻ നിങ്ങളോടൊന്നിച്ച് ദൈവത്തെ ആരാധനയിൽ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് സന്ധ്യയിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ അത്ഭുത പ്രവൃത്തികൾ ഓർത്ത് ദൈവത്തിന് സകല മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ഇന്ന് അല്പസമയം നമുക്ക് ദൈവവചനത്തിന് മുമ്പിൽ ഇരുപ്പാനും പ്രാർത്ഥിപ്പാനും അവസരം ലഭിച്ചു. അവസരങ്ങൾ വിനിയോഗിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ ഫ്രാൻസിൽ ഭരിച്ചിരുന്ന പല രാജാക്കന്മാരിൽ ഒരുവനായിരുന്നു ലൂയി. ഫ്രാൻസിന്റെ രാജാവായിരുന്ന ലൂയി അവിടെ ഭരിക്കുമ്പോൾ ഒരു വലിയ വിപ്ലവം തനിക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ടു. ഈ തന്നെ തല വെട്ടി ലൂയി രാജാവിനെ കൊന്നു, ശിരച്ഛേദം ചെയ്യപ്പെട്ടു. തന്റെ ഭാര്യയെ കൊന്നു, രാജ്ഞിയെ കൊന്നു. തനിക്കെതിരെയുള്ള വിപ്ലവത്തിൽ തനിക്കൊരു മകനുണ്ടായിരുന്നു. 8 വയസ്സ് പ്രായമുണ്ടായി. 8 വയസ്സ്. ഈ മകനെ കൊല്ലുവാനായി അവർ പിടിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു, ഇവൻ ഒരു ബാലനല്ലേ, അവനെ കൊല്ലരുത്, അവനെ വിട്ടേക്കണം. ഇപ്പോൾ അവനെ കൊന്നാൽ അവൻ സ്വർഗത്തിൽ പോകും. നമുക്ക് ഇവനെ കൊല്ലാതെ നമുക്കിവനെ അസഭ്യങ്ങൾ, ചീത്തത്തരങ്ങൾ പഠിപ്പിച്ച് ഇവൻ വളരുമ്പോൾ കൊല്ലാം. അങ്ങനെ അവനെ നരകത്തിൽ പോകുവാൻ ഇടയാക്കാം. അവനെ കൊല്ലരുത്, വളർത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവര് ഈ 8 വയസ്സുള്ള ബാലനെ, രാജാവിന്റെ മകൻ, രാജകുമാരനെ ഒരു മന്ത്രവാദിനിയുടെ അടുക്കൽ വിട്ടു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഇവനെ എല്ലാ ചീത്തവാക്കുകളും അസഭ്യങ്ങളും ശപിക്കാനും കൊള്ളരുതാത്തതെല്ലാം പഠിപ്പിക്കുവാൻ പറഞ്ഞു. ഈ ബാലൻ അവരുടെ കീഴിൽ ജീവിക്കുമ്പോൾ അവർ പലതും പഠിപ്പിച്ചെങ്കിലും അവൻ അത് പഠിക്കാൻ തയ്യാറായില്ല. പലതും പറയാൻ പ്രേരിപ്പിച്ചെങ്കിലും അവൻ പറയാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഒരു രാജകുമാരനാണ്, ഞാൻ ജീവിച്ചാലും രാജകുമാരനായി ജീവിക്കും, മരിച്ചാലും രാജകുമാരനായി ജീവിക്കും. സ്തോത്രം. ആമേൻ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഇന്ന് ആമേൻ സന്ധ്യയിൽ ഞാൻ ഈ വാക്കുകൾ പറയുവാൻ ഇടയായത്, നമുക്കറിയാം ഈ പുലി എത്ര വിശന്നാലും പുല്ല് തിന്നില്ല. എത്ര വിശന്നാലും പുല്ല് തിന്നില്ല. ഈ പുലിയുടെ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മെ കുറിച്ച് ദൈവവചനം എന്തു പറയുന്നു? ദൈവവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ അവനെ കൈക്കൊണ്ടവർ, അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ. നാം അവനെ കൈക്കൊണ്ടപ്പോൾ, സ്വീകരിച്ചപ്പോൾ, നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ചു തന്നപ്പോൾ നമ്മൾ ദൈവമക്കളായി. അപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരിലും വിശേഷതയുള്ളവരാണ് ദൈവമക്കളായി തീർന്നവർ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ
ഈ ദൈവ മക്കളായി തീർന്നവർക്ക് നാം അറിഞ്ഞിരിക്കേണ്ടതും നിവർത്തിക്കേണ്ടതും പ്രായോഗികമാക്കേണ്ടതുമായ പല കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നാം വിശേഷതയുള്ളവരാണെങ്കിൽ നാം അത്യുന്നതനായ ദൈവത്തിന്റെ മക്കൾ, അല്ലെ, ദൈവമക്കൾ ആണ്. അതുകൊണ്ട് നാം ആരെന്ന് തിരിച്ചറിഞ്ഞ് ആ മാന്യതയോടെ, ആ പ്രൗഢിയോടെ, ആ മാഹാത്മ്യത്തോടെ വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. നമ്മൾ എന്നും എപ്പോഴും ഓർത്തിരിക്കണം നാം ആരാണ്. നാം ആരാ? യോഹന്നാൻ തന്നെ ലേഖനത്തിൽ പറയുന്നു, 1 യോഹന്നാൻ 3:1, കണ്ണീർ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞു വേണം ഇനി ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കാൽച്ചുവടുകൾ വെക്കുവാൻ. ലോകക്കാരെ പോലെ, ലോകത്തിലുള്ളവരെ പോലെ എനിക്കും നിങ്ങൾക്കും എല്ലാം ആകാൻ പാടില്ല. നാം ദൈവമക്കളാണ്. അല്ലൂയി രാജാവിന്റെ മകൻ 8 വയസ്സ് കഴിഞ്ഞ ബാലൻ പറഞ്ഞു, ജീവിച്ചാലും രാജകുമാരനായി ജീവിക്കും, മരിച്ചാലും രാജകുമാരനായി ജീവിക്കും. അവൻ മരിക്കും. ഇന്ന് രാത്രി നമ്മുടെ ഈ തീരുമാനം അങ്ങനെ ആയിരിക്കട്ടെ. നാം വിശേഷതയുള്ളവരാണ് ദൈവമക്കളായി. അവൻ രാജാവിന്റെ, അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ആ പ്രൗഢിയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിപ്പാൻ സർവശക്തൻ കൃപ നൽകുമാറാകട്ടെ. ഇന്ന് സന്ധ്യയിൽ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു തിരുവചന ഭാഗം വായിക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനം, 1-ാം അധ്യായം, അതിന്റെ 15 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ, 18 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾക്ക് വായിക്കാം. 2 തിമോഥെയോസ് 1-ാം അധ്യായം, അതിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യം. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹർമഗനോസും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവനെ സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ദാസനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒരു ലേഖനവും ആ ലേഖനത്തിലെ ഒരു വാക്യവുമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പൗലോസിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ അനവധി കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ്. പൗലോസിനെ കുറിച്ച് യേശുക്രിസ്തു കഴിഞ്ഞാൽ ദൈവസഭയുടെ സ്ഥാപകൻ, അല്ലെങ്കിൽ ദൈവസഭയുടെ സ്ഥാപകരിൽ ഒരാളായി ഞാൻ പൗലോസിനെ വിശേഷിപ്പിക്കാറുണ്ട്. തന്റെ ശുശ്രൂഷയെ കുറിച്ച് ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും സുവിശേഷ നിമിത്തം പൗലോസ് അനവധി സന്ദർഭങ്ങളിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്, കാരാഗ്രഹവാസം അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഈ തിരുവചനം എഴുതിയത്, അതിന്റെ പശ്ചാത്തലം തിമോഥെയോസിന് എഴുതിയത്, പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ സുവിശേഷ നിമിത്തം അവൻ തടവിലാക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ റോമയിൽ ഭരിക്കുന്നത് നീറോ ചക്രവർത്തിയാണ്. ഈ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അനേകരെ കൊന്നുകളയുകയും അനേകർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ആ സമയത്ത് പൗലോസ് അവൻ തടവിൽ കിടക്കുകയാണ്. പൗലോസ് തടവിൽ കിടക്കുന്നു എന്നറിഞ്ഞ് താൻ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന തന്റെ മിഷൻ സ്റ്റേഷനുകളാണ് ഏഷ്യ മൈനറിൽ അനേക ഇടങ്ങൾ. ആസിയയിലെ
ആമേൻ, സഭകളെ കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അനവധി സഭകളുടെ ഉത്ഭവത്തിനും സ്ഥാപനത്തിനും കാരണക്കാരനായത് പൗലോസ് ആയിരുന്നു. അങ്ങനെ ഏഷ്യ മൈനറിൽ നിന്ന് അല്ലെങ്കിൽ ആസിയയിൽ നിന്ന് പൗലോസ് തടവിൽ കിടക്കുന്നു എന്നറിഞ്ഞ് അനേകര് പൗലോസിനെ കാണുവാൻ റോമിൽ വരുവാൻ ഇടയായി. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ ക്രിസ്ത്യാനികളെ വളരെ പീഡിപ്പിക്കുന്നത് കൊണ്ടും കൊല ചെയ്യുന്നത് കൊണ്ടും കടന്നു വന്ന അനേകർ റോമിൽ വന്നിട്ടും പൗലോസിനെ കാണാനോ സഹായിക്കാനോ തയ്യാറായില്ല. കാരണം നീറോയുടെ വാളിനെ പേടിച്ച്, അവരുടെ ജീവനെ പേടിച്ച് അവർ പലരും കാണാൻ തയ്യാറായില്ല. അവനെ സഹായിക്കാൻ, അവനെ ശുശ്രൂഷിക്കാൻ കടന്നു ചെല്ലുവാൻ തയ്യാറായില്ല. ആ സാഹചര്യത്തെ കുറിച്ച് പൗലോസ് തിമോഥെയോസിന് എഴുതുകയാണ്. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. അപ്പോൾ റോമിലേക്ക് അനേകർ വന്നെങ്കിലും പൗലോസിനെ സ്നേഹിച്ച, സുവിശേഷത്തെ സ്നേഹിക്കുന്ന, അവൻ ദൈവമക്കളായ, കർത്തൃവേലയ്ക്ക് കൈത്താങ്ങൽ കൊടുത്ത സഹായികളായി നിന്ന, അവൻ ഒരുപക്ഷെ കർത്തൃവേല ചെയ്തിരുന്ന അനേകര് അവനെ കാണാൻ വന്നെങ്കിലും റോമിൽ വന്ന് അവനെ കാണാതെ ഭയന്ന് അവനെ സഹായിക്കാൻ തയ്യാറാകാതെ അവനെ വിട്ട് പോയി കളഞ്ഞു. എന്നിട്ട് അവിടെ രണ്ട് വ്യക്തികളുടെ പേരുകൾ പറയുകയാണ്. 15-ാം വാക്യത്തിൽ പറയുകയാണ്, ഫുഗലോസും ഹെർമഗനോസും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ ആസ്യയിൽ താൻ പ്രവർത്തിക്കുമ്പോൾ പൗലോസിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും അവനെ ശുശ്രൂഷയിൽ ഒത്തിരി സഹായിക്കുകയും ചെയ്ത രണ്ട് വ്യക്തികളുടെ പേരുകൾ പൗലോസ് അവിടെ എടുത്തു പറയുന്നു, ഫുഗലോസും ഹെർമഗനോസും. അപ്പോൾ അവരെങ്കിലും തന്നെ സഹായിക്കാൻ വരുമെന്ന് പൗലോസ് പ്രതീക്ഷിച്ചു. അവിടെ അവരുടെ രണ്ട് പേരുകൾ പറഞ്ഞിട്ട്, അവൻ എല്ലാവരും എന്നെ വിട്ടു പോയി കളഞ്ഞവരുടെ കൂട്ടത്തിൽ അവരും അങ്ങനെയുള്ളവരാകുന്നു എന്ന് പറയുന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ, അവൻ ഈ എക്യൂമെനിക്കൽ ട്രഡീഷൻ പറയുന്നത് എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്, അവൻ എക്യൂമെനിക്കൽ ട്രഡീഷൻ പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാലത്ത് 70 പേരെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു. അവരെ ഈ രണ്ടായി ശുശ്രൂഷയ്ക്കായി അയച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈ എക്യൂമെനിക്കൽ ട്രഡീഷൻ പറയുന്നത് അന്ന് തിരഞ്ഞെടുത്തയച്ച 70 പേരുടെ കൂട്ടത്തിൽ ഉള്ള 2 പേരാണ് ഫുഗലോസും ഹെർമഗനോസും എന്ന ട്രഡീഷൻ, പാരമ്പര്യം പറയുന്നു. അവിടെ ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഒത്തിരി സഹായിച്ചു തന്നോടുകൂടെ ആയിരുന്ന അവൻ ഈ 2 പേരുടെ പേര് പറഞ്ഞ് അനേകർ വിട്ടുപോയപ്പോൾ, തന്നെ വിട്ടുപോയി കളഞ്ഞപ്പോൾ, ഇവരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് അവരും പോയപ്പോൾ അവരുടെ പേര് പറയുകയാണ്, അവരും അങ്ങനെയുള്ളവർ ആകുന്നു. ഇന്ന് രാത്രി ദൈവമക്കളാകുന്ന നമുക്ക് തിരുവചനത്തിൽ ഒരു പാഠം ഉൾക്കൊള്ളുവാനുണ്ട്. നാം എത്ര സ്നേഹിച്ചാലും, ഒരു കാലത്ത് നമ്മെ എത്രയധികം സ്നേഹിച്ചിരുന്നവരായാലും, ഒരുപക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സ്നേഹിച്ചവരും ഉറ്റവരും നമ്മെ വിട്ടുപോയി കളയുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഒരു സത്യം മനസ്സിലാക്കണം. ഈ പൗലോസ് തന്നെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ കഷ്ടതയുടെ, പ്രതിസന്ധിയുടെ സമയങ്ങളിൽ ഒരുപക്ഷെ സ്നേഹിച്ചവരും പ്രതീക്ഷിച്ചവരും സഹായിക്കുമെന്ന് കരുതിയവരൊക്കെ നമ്മെ കൈവിടാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം വിശ്വസിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ ഉടയവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ആരെല്ലാം കൈവിട്ടാലും അവൻ നമ്മെ കൈവിടുന്നവനല്ല. ആരും തുണ നിൽക്കാതിരുന്നാലും
കർത്താവ് തുണയായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നാം ധന്യരാണ്. ലോകം മുഴുവൻ തുണ നിൽക്കുകയും കർത്താവ് തുണയില്ലാതിരിക്കുകയും ചെയ്താൽ ഒരു പ്രയോജനവുമില്ല. എന്നാൽ കർത്താവ് തുണയായിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ നമ്മെ കൈവിട്ടാലും നമ്മൾ ജയാളികളാണ്, നാം ധന്യരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൗലോസ് ഇവിടെ അവൻ പറയുകയാണ്, നീറോയെ പേടിച്ച് പലരും കാണാൻ വരാതെ, സഹായിപ്പാൻ ശുശ്രൂഷിക്കാൻ വരാതെ ഇരുന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുവനെ കുറിച്ച് 16-ാം വാക്യത്തിൽ പറയുകയാണ്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. ഇവിടെ പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന് കുടുംബത്തിന് കർത്താവ് കരുണ ചെയ്യുമാറാകട്ടെ എന്നൊരു ആശീർവാദം, ഒരു അനുഗ്രഹം പൗലോസ് നൽകുകയാണ്. ആരാണ് ഈ ഒനേസിഫോരസ്? ഒനേസിഫോരസ് ഒരു ശുശ്രൂഷകനല്ല, കേവലം അദ്ദേഹം ഒരു വിശ്വാസി. അദ്ദേഹത്തെ കുറിച്ച് ട്രഡീഷൻ പറയുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. പൗലോസ് ആസയിലായിരുന്നപ്പോൾ എഫെസോസിൽ തന്നെ ഒത്തിരി സഹായിച്ച ഒരു വ്യക്തിയാണ് ഒനേസിഫോരസ്. അവിടെ താഴെ വാക്യത്തിൽ 18-ന്റെ ഒടുവിൽ പറയുന്നു, അവൻ എനിക്ക് എഫെസോസിൽ വെച്ച് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തുവെന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ എന്ന് തിമോഥെയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തന്റെ ശുശ്രൂഷയിൽ തനിക്ക് കൈത്താങ്ങ് ചെയ്ത, തന്നെ ഏതെല്ലാം വിധത്തിൽ സഹായിച്ചോ ശുശ്രൂഷ ചെയ്തോ അവരെ വിസ്മരിക്കുന്നില്ല പൗലോസ്. വിട്ടുപോയവരെ ഓർക്കുമ്പോൾ സഹായിച്ചവരെ ഓർക്കുന്നവനാണ് പൗലോസ്. അപ്പോൾ ഒനേസിഫോരസ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. അതായത് ആ പദത്തിന്റെ, ആ പേരിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ബ്രിങ്ങിങ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലാഭം കൊണ്ടുവരുന്നവൻ. ഒനേസിഫോരസിന്റെ പേരിന്റെ അർത്ഥം ബ്രിങ്ങിങ് പ്രോഫിറ്റ്, ലാഭം കൊണ്ടുവരുന്നവൻ. അപ്പൊ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. തന്നെ ബിസിനസ് സംബന്ധമായി റോമയിൽ വന്നപ്പോൾ പൗലോസ് തടവിലാണെന്ന് അറിഞ്ഞു. ഒനേസിഫോരസ് അറിഞ്ഞു. എന്നിട്ട് പൗലോസിനെ അവിടെ 18-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു, കണ്ടെത്തുകയും ചെയ്തു. ശ്രദ്ധിച്ച്, ബിസിനസ്സിന് വന്നവൻ പൗലോസ് കാരാഗ്രഹത്തിലാണെന്നറിഞ്ഞ് അദ്ദേഹത്തെ അതേ റോമൻ ചക്രവർത്തിയുടെ വാളിനെ പേടിക്കാതെ, തന്റെ ചങ്ങലയിൽ കിടക്കുന്ന പൗലോസിന്റെ ചങ്ങലയെ കുറിച്ച് ഭയം ലജ്ജിക്കാതെ അവൻ താല്പര്യത്തോടെ പൗലോസിനെ തിരഞ്ഞു, അവൻ കണ്ടെത്തി. രാത്രി പറയട്ടെ, സുവിശേഷത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവന് പ്രതികൂലം ഒരു വിഷയമല്ല. അവന്റെ ജീവിതത്തിൽ ജീവൻ വെച്ചു കൊടുക്കേണ്ടി വന്നാലും ആ നാമത്തിന് വേണ്ടി അവൻ താല്പര്യത്തോടെ നിലനിൽക്കുവാനിടയായി തീരും. തിരിഞ്ഞു നോക്കിയാൽ ഒനേസിഫോരസ് ഒരു ശുശ്രൂഷകന്റെ സ്ഥാനത്തുമില്ല. തനിക്കൊരു പദവിയില്ല, സ്ഥാനമാനങ്ങളില്ല. ഒരു ബിസിനസ്സുകാരൻ, പക്ഷേ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ, സുവിശേഷത്തെ സ്നേഹിക്കുന്നവൻ, ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവൻ. അവന്റെ കഷ്ടതയിൽ അവനെ സഹായിപ്പാൻ തയ്യാറായി. അവനെ തടവിൽ ചെന്ന് അവനെ ശുശ്രൂഷിച്ചു, സഹായിച്ചു. ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നമ്മളൊക്കെ പലതും ചെയ്യുന്നത് സ്ഥാനം കിട്ടിയാല പലരും സഭയിലായാലും പല കാര്യങ്ങളും ചെയ്യും. സ്ഥാനമില്ലെങ്കിൽ ഒന്നിനും ആരെയും കിട്ടത്തില്ല. പലപ്പോഴും സഭകളിൽ കണ്ടുവരുന്നത് സ്ഥാനം കിട്ടിയാൽ എല്ലാത്തിനും വരും, സ്ഥാനമില്ലെങ്കിൽ ഒന്നിനുമില്ല. രാത്രി ദൈവമക്കൾക്ക് ദൈവസഭയിൽ സ്ഥാനങ്ങളല്ല വലുത്. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, നീ വീണ്ടും ജനനം പ്രാപിച്ചവനാണെങ്കിൽ, സുവിശേഷത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ സ്ഥാനത്തെ അല്ല വലുതായി കാണേണ്ടത്, ദൈവത്തെയും
ദൈവസഭയെയും ദൈവവേലയെയും വലുതായി കാണണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലരൊക്കെ പറയാറുണ്ട്, ആമേൻ, ഒരിക്കൽ എന്നോട് ഒരു സാധനം പറഞ്ഞു, ഞാൻ സെക്രട്ടറി ആയിട്ടിരുന്ന കാലത്ത് ഈ ചർച്ച് പണിതെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇത് വലിയ ഇതിലാ പറയുന്നത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നല്ലത്. രാത്രി പറയട്ടെ, നിന്നെ ഒരു സ്ഥാനത്ത് ദൈവമാക്കുന്നത് നീ നന്നായി നിൽക്കും ചെയ്യുമെന്നുള്ളത് കൊണ്ടാ. നീ അത് ചെയ്താൽ, അങ്ങനെ ചെയ്താൽ, വിശ്വസ്തത പാലിച്ചാൽ ഇവിടെ വച്ചല്ല, നിത്യതയിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് തിരിച്ചറിയണം. ഞാൻ പുറകാലെ അതിനെക്കുറിച്ച് ചില വാക്കുകൾ ഓർപ്പിക്കുക. ഇപ്പോൾ പറയട്ടെ, ഈ ഒനേസിഫോറോസ് സ്ഥാനമാനങ്ങളില്ലാത്തവൻ, ശുശ്രൂഷകനല്ലാത്തവൻ, ബിസിനസ്സുകാരനായവൻ പൗലോസിനെ സഹായിപ്പാൻ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ എഫെസോസിൽ വെച്ച് പൗലോസിനെ ഒത്തിരി സഹായിച്ചവൻ, ആമേൻ, കൈത്താങ്ങൾ നടത്തിയവൻ, റോമയിൽ വന്ന ആമേൻ പൗലോസിനെ കുറിച്ചറിഞ്ഞ് ആമേൻ അവനെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം, താല്പര്യത്തോടെ എന്നെ അന്വേഷിച്ചു. ആ താല്പര്യം എന്ന പദത്തിന് വലിയ അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ ആ പദം കണ്ടെത്തി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ ദൈവസഭയിൽ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ അവയുടെ ഒരു പദം പറഞ്ഞു, ദൈവവചനത്തിലുള്ള ഒരു പദം. ശൂനേങ്കാരി താല്പര്യത്തോടെ എലീശായെ കരുതി, അല്ലെ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ, ദൈവത്തെയും ദൈവവചനത്തെയും ദൈവസഭയെയും ദൈവദാസന്മാരെയും ദൈവവേലയെയും താല്പര്യത്തോടെ ആയിരിക്കണം കരുതേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. താല്പര്യത്തോടെ നമ്മുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്. ഇനിയും ഇവിടെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആമേൻ നാം ചെയ്യുന്നതും ചെയ്യേണ്ടതും മനുഷ്യർക്കെന്ന വണ്ണമല്ല, ദൈവത്തിനെന്ന വണ്ണമാണ് നാം ചെയ്യേണ്ടത്. അതിനാണ് പ്രതിഫലം പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോൾ ഈ ഒനേസിഫോറോസിൽ ഞാൻ കണ്ടത് ദൈവവേലയോടുള്ള കൂറ്, ദൈവത്തിന്റെ വേലക്കാരോടുള്ള അവൻ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവദാസന്മാരോടും ദൈവവേലയോടുമൊക്കെ നമുക്ക് കൂറുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. താൻ വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നു. അവിടെ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ആമേൻ, അവൻ എന്ത് ചെയ്തെന്ന, പലപ്പോഴും എന്നെ തണുപ്പിച്ചവൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നു, ഹി റിഫ്രഷ് മീ. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ, പല ആമേൻ ജോലി തിരക്കുകളും അധ്വാനങ്ങളും ക്ഷീണങ്ങളുടെ നടുവിൽ നമുക്ക് ആമേൻ അല്പം സമയം ഒന്ന് റിഫ്രഷ് ആകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാ. പൗലോസിന്റെ കഷ്ടതയുടെ, വേദനയുടെ, ആമേൻ കഠിന ശോധനയുടെ നടുവിൽ ആമേൻ പൗലോസിനെ ഒനേസിഫോറോസ് തണുപ്പിച്ചു. റീഫ്രഷ് മീ എന്ന പൗലോസ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് തണുപ്പിച്ചു, രണ്ടാമത് അവൻ എന്നെ അന്വേഷിച്ചു. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ദൈവത്തിന്റെ വചനം. പൗലോസ് അന്വേഷിച്ചു, അവൻ കണ്ടെത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഒനേസിഫോറോസിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ആമേൻ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എന്താ ചെയ്ത്? പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ, തണുപ്പ്, ഇങ്ങനെ ഒരു പദമുണ്ടല്ലോ, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും, അല്ലേ? ആമേൻ. യെശയ്യാ പ്രവചനത്തിൽ 50-ാം അധ്യായത്തിൽ ആമേൻ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വാക്കുകൊണ്ട് താങ്ങുന്നവരായിരിക്കണം. എങ്ങനെയാ? നമ്മുടെ വാക്ക് മറ്റൊരാൾക്ക് തണുപ്പായി തീരണം. സദൃശവാക്യം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 12-ാം അധ്യായത്തിൽ വായിക്കുന്നു, മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ ആശ്വസിപ്പിക്കുന്നു. നോക്കിയേ, മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു,
ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു എന്ന് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം നാം അറിയണം, നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാകണം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരാകണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പൗലോസ് പറഞ്ഞ പദം 17-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. കർത്താവ് കുടുംബത്തിന് കരുണ അവന്റെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തി. എന്നിട്ട് 18-ാം വാക്യത്തിൽ പറയുകയാണ്, ആ ദിവസത്തിൽ that day എന്നവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇംഗ്ലീഷില് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷില് ഒരു സെന്റൻസിൽ വരുന്ന ഒരു വാക്കിന്റെയും ആദ്യം ക്യാപിറ്റൽ ലെറ്റർ വെക്കാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സെന്റൻസിന്റെ ആദ്യത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം മാത്രമായിരിക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെക്കുക. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് നോക്കണം. ഈ വാക്യം അവിടെ എഴുതിയിരിക്കുന്നതിൽ that day, ആ ഡേ എന്നുള്ളിടത്ത് അവൻ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഡി. സ്തോത്രം. സാധാരണയായി ഇംഗ്ലീഷിൽ ഒരു വാചകത്തിൽ വരുന്ന വാക്കുകളുടെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ വെക്കാറില്ല. ഇവിടെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിനൊരു വിശേഷതയുണ്ട്. ഇവിടെ പറയുന്നു that day, ആ ദിവസത്തിൽ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഡി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത. ഈ ലേഖനം പൗലോസ് തിമോത്തിയോസിന് അവൻ എഴുതുമ്പോൾ ഒനേസിഫോറോസ് ജീവിച്ചിരിപ്പില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അവൻ തൻ ശുശ്രൂഷ കഴിഞ്ഞ് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒനേസിമോസിന് ഈ ലെറ്റർ എഴുതുന്നത്, ലേഖനം എഴുതുന്നത്. അപ്പോഴേക്ക് ഒനേസിഫോറോസ് ജീവിച്ചിരിപ്പില്ല, കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നാണ് അവൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കുന്നതും പറയപ്പെടുന്നതും. എന്നാൽ അവിടെ പറയുന്ന 15-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അവിടെ എങ്കിലും ആ കുടുംബത്തിന് വന്ദനം പറയുന്നു. ഈ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ മാത്രമല്ല, 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അക്വിലാവിനും പ്രിസ്കിലാവിനും അതുപോലെ തന്നെ ഒനേസിഫോറോസിന്റെ കുടുംബത്തിനും വന്ദനം ചെല്ലുക എന്ന് പൗലോസ് പറയുന്നുണ്ട്. അവൻ ഒനേസിഫോറോസ് മരിച്ചെങ്കിലും അവന്റെ കുടുംബത്തെ പൗലോസ് മറക്കുന്നില്ല. 2, ഈ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, 18-ാം വാക്യത്തിൽ പറയും, കർത്താവ് ആ ദിവസത്തിൽ ആ കരുണ കണ്ടെത്തുവാൻ അവന് സംഗതി വരുത്തട്ടെ. അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, ഒനേസിഫോറോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ, കുടുംബത്തിന് കരുണ നൽകുമാറാകട്ടെ എന്ന് അവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കുടുംബത്തിന് വന്ദനം ചെയ്യുന്ന പൗലോസ് ഒനേസിഫോറോസിന്റെ കുടുംബത്തിന് കരുണ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്ന, അനുഗ്രഹിക്കുന്ന പൗലോസ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം കൂടെ പറയാൻ ആ വാക്കുകൾ എംഫസൈസ് ചെയ്ത് പറഞ്ഞത്. ഫിലിപ്പി ലേഖനത്തിൽ ആമേൻ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ആമേൻ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ കണക്കിലേക്ക് ഏറിയ പ്രതിഫലമത്രേ ഞാൻ ഇച്ഛിക്കുന്നതെന്ന അർത്ഥത്തിൽ പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആമേൻ നമ്മൾ കർത്താവിനായി, ദൈവവേലയ്ക്കായി, ദൈവസഭയ്ക്കായി, ദൈവദാസന്മാർക്കായി എന്ത് ചെയ്താലും ആമേൻ നമ്മുടെ കണക്കിലേക്ക് ഏറിയ പ്രതിഫലം ലഭിക്കണമെന്ന് പൗലോസ് ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കുള്ളത്. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം, ഒരു ദൈവദാസനെ സഹായിച്ചാൽ, ഒരു ദൈവദാസനെ ശുശ്രൂഷിച്ചാൽ, ദൈവവേലയെ കരുതിയാൽ നമുക്ക് ഏറിയ പ്രതിഫലം കിട്ടും കേട്ടോ. ഇവിടെ മറ്റെന്ത് ചെയ്യുന്നതിനേക്കാൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ അതിനെ ഇങ്ങനെ പറയുകയാണ്, ആമേൻ, നാം ചെയ്യുന്ന സകലത്തിനും ആമേൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ്, ആമേൻ, ഇൻ യുവർ അക്കൗണ്ട്
നാം ദൈവത്തിന് വേണ്ടി എന്തു ചെയ്യുന്നില്ല. ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലല്ല, സ്വർഗത്തിലെ നിക്ഷേപത്തിന്റെ കൂട്ടത്തിൽ അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം ചെയ്യുന്ന ഏത് സേവനവും കാണപ്പെടുന്ന ലോകത്തിലെ പ്രതിഫലത്തിന് വേണ്ടി അല്ല നാം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ആ ദിവസത്തിൽ, ആ ദിവസത്തിൽ നമുക്ക് പ്രതിഫലം തരും. ഞാൻ ആ ദിവസം എന്നാണെന്ന് പുറകാലെ നിങ്ങളോട് പറയാം. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടുന്നത്? കർത്താവ് തന്നെ പറഞ്ഞ 1-2 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം, അതിന് 40-42 വാക്യങ്ങൾ, 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച്. ആമേൻ. മത്തായി സുവിശേഷം 10-ാം അധ്യായം 40-42. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതെ. അപ്പൊ ഒരു കാര്യം, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയ അനുഗ്രഹം പ്രാപിക്കണം. ചെറിയ കാര്യമാണ്, കേട്ടിട്ടുള്ളത് അറിയാം, പക്ഷേ നമ്മൾ പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ വരുത്തേണ്ട, പ്രാക്ടിക്കൽ ലൈഫിൽ നാം അനുഷ്ഠിക്കേണ്ട ചില ചിന്തകളാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. മനസ്സിലായോ? 2, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. 3 കൂട്ടരെ ഇവിടെ കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. 1 പ്രവാചകൻ, 2 നീതിമാൻ, 3 ശിഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, 1 പ്രവാചകൻ, 2 നീതിമാൻ. ഒരു വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ടാലന്റഡ് ആണ്. പ്രവാചകൻ ടാലന്റഡ് ആണ്. നീതിമാന് വലിയ ക്വാളിറ്റി, ആ നീതിമാൻ എന്ന ക്വാളിറ്റി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ശിഷ്യനെ സംബന്ധിച്ച് സർവീസ്, ശുശ്രൂഷിക്കുന്നവനാ ശിഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ 3 കൂട്ടരെ കുറിച്ച് പറയുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ഞാൻ ഈ ഭാഗം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ പഠനത്തിൽ മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ പ്രവാചകൻ എന്ന് വെച്ച പ്രവാചകനെ കൈക്കൊള്ളുന്നവന് അവന്റെ പ്രതിഫലം, പ്രവാചകന്റെ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. നമുക്കറിയാം, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തില് ആമേൻ, ഈ ഏലിയാവിനെ ദൈവം ഈ ഒരു വിധവയുടെ, സാറാഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയക്കും. അല്ലെ, അങ്ങോട്ട് ചെല്ല, ഞാൻ അവളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ ഏലിയാവിനോട് ദൈവം പറയുന്നു. ഇവിടെ ചെല്ലുമ്പോൾ ഈ ഏലിയാവ് ചെന്ന് അവള് ബന്ധപ്പെടുമ്പോൾ, സംസാരിക്കുമ്പോൾ കർത്താവ് അവളോടൊന്നും പറഞ്ഞതായി തോന്നുന്നില്ല. അവളുടെ ഭാവവും മട്ടും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ ദൈവം അവളോടൊന്നും സംസാരിച്ചതായി തോന്നുന്നില്ല. സ്തോത്രം. എന്നാൽ അവൾ അവനെ കൈക്കൊണ്ട് അവന് ശുശ്രൂഷ ചെയ്തു. അടുത്തത്, അവൻ കർമ്മേലിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് തീയിറക്കി. സ്തോത്രം. ഞാൻ വിശ്വസിക്കും, എന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു ചിന്തയാണ് ഞാൻ പറയുന്നത്. നാം ചെയ്യുന്ന ഏത് ശുശ്രൂഷയ്ക്കും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രവാചകൻ എന്ന് വെച്ച പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. ഈ സാറാഫാത്തിലെ വിധവ പ്രവാചകനെ ശുശ്രൂഷിച്ചത് കൊണ്ട്, കൈക്കൊണ്ടത് കൊണ്ട്, കർമ്മേലിൽ തീയിറക്കിയ ഏലിയാവിന് എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നെങ്കിൽ അതിന്റെ ഒരു പങ്ക് സാറാഫാത്തിലെ വിധവയ്ക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ അറിവിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളോട് സുവിശേഷം പറഞ്ഞ ഒരു സുവിശേഷകനാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം. പിന്നെയുള്ള ഒരാളാണ് റെയ്നാൾഡ് ബോങ്കെ.
നോക്കണേ, അവരൊക്കെ ആമേൻ വലിയ ശുശ്രൂഷ ചെയ്ത് ആത്മാക്കളെ നേടി. അവരൊക്കെ ആത്മാക്കളെ നേടിയപ്പോൾ അവർക്ക് ഒരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, ആത്മാക്കളെ നേടുന്ന എല്ലാവർക്കും ദൈവം ഒരു പ്രതിഫലം നൽകും. ശുശ്രൂഷകന്മാർക്കുണ്ട്, പ്രവാചകന്മാർക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്. ഓരോരുത്തർക്കും ഓരോന്നിന് അവരവരുടെ പ്രവർത്തിക്കനുസരിച്ച പ്രതിഫലം ദൈവം നൽകും. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. അതാത് പേരിൽ കൈക്കൊണ്ടവർക്ക് അവർക്ക് കിട്ടുന്നതിന്റെ പ്രതിഫലത്തിന്റെ ഒരു പങ്ക്, ഈ ബില്ലി ഗ്രഹാമിന് ലഭിക്കുന്ന പ്രതിഫലം, അതിന്റെ പിന്നിൽ ആരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിന്റെ പങ്ക് അവർക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, റെയ്നാൾഡ് ബോങ്കെ ആത്മാക്കളെ നേടിയതിനൊരു പ്രതിഫലം തനിക്കുണ്ടെങ്കിൽ അവനെ ആരൊക്കെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. രാത്രി ഞാനൊരു കാര്യം പറയാം. അതേ സാരപ്പാത്തിലെ വിധവയ്ക്കൊരു പങ്ക് ലഭിക്കുമെങ്കിൽ ഈ കാലയളവിൽ ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് ചെയ്തിരിക്കുന്നുവെന്ന കർത്താവ് പറഞ്ഞത്. ഒരു പാത്രം തണ്ണീർ എന്റെ നാമത്തിൽ കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് കർത്താവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ, പരേതനായ വി എ തോമസ് സാറിനെ അറിയുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു കൊച്ചു മനുഷ്യൻ, ചെറിയ മനുഷ്യൻ, അധികം വണ്ണമില്ല, ഉയരമില്ല, ഒരു ചുരുങ്ങിയ കാലഘട്ടം ജീവിച്ചിരുന്ന സുവിശേഷത്തിന്റെ നാവായി ഒരു തീപ്പന്തമായി കത്തി അടങ്ങിയ ഒരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരിക്കൽ അവൻ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദൈവപ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ലെന്ന് കർത്താവ് പഠിപ്പിച്ചെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയുക, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, അതൊന്ന് ചൂടാക്കി കൊടുത്താലോ. എന്നിട്ട് അദ്ദേഹം പറയുക, അതിൽ ഇച്ചിരി കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ ഇട്ട് കൊടുത്താലോ. എന്നിട്ട് അദ്ദേഹം പറയുക, ഇച്ചിരി ഷുഗറൂടെ ഇട്ട് കൊടുത്താലോ. എന്നിട്ട് പിന്നെ പറയുകയാണ്, അതിൽ ഇച്ചിരി പാലൂടെ ചേർത്ത് കൊടുത്താലോ. പ്രതിഫലത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായി ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, വെള്ളം കൊടുത്താൽ പ്രതിഫലം ഉണ്ടെങ്കിൽ അത് ചൂടാക്കിയാൽ പ്രതിഫലം വേറെ. പൊടി, കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ ഇട്ട് കൊടുത്താൽ അതിന് പ്രതിഫലം വേറെ. നിങ്ങളെ കൈക്കൊള്ളുന്നവനെ എന്നെ കൈക്കൊള്ളുന്നുവെന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോ ഷുഗറും പാലും ഒക്കെ ചേർത്ത് കൊടുത്താൽ, ഇനി ഇതൊന്ന് കാപ്പിപ്പൊടി ഇടാതെ ഇച്ചിരി ബൂസ്റ്റോ ഇച്ചിരി ഹോർലിക്സോ ഒക്കെ കൊടുത്താൽ അതിന് പ്രതിഫലം വേറെയാ കേട്ടോ. പണ്ട് കാലത്തെ അമ്മച്ചിമാര് ഒക്കെ ചെയ്തു വന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ വീട്ടിൽ കോഴി മുട്ടയിടുമ്പോൾ സമയം തീർന്നെന്ന് തോന്നല്ലേ? ദൈവത്തിന് സ്തോത്രം. തീരാൻ പോവാ. അവൻ ഈ വീട്ടില് കോഴിയൊക്കെ മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് സൂക്ഷിച്ചു വെച്ച് ദൈവദാസൻ വരുമ്പോൾ പുഴുങ്ങി കൊടുക്കും. അതല്ലെങ്കിൽ ഫെയ്ത്ത് ഹോമിൽ എത്തിച്ചു കൊടുക്കും. മക്കള് എത്ര പേരുണ്ടെങ്കിലും ഒരെണ്ണം വീട്ടിലെ കോഴിയുടെ മുട്ട തിന്ന് വളർന്ന പിള്ളേര് വളരെ കുറവാ പണ്ട് കാലത്തെ ആളുകള്. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ പിന്നെ പോയിട്ട് എന്തുണ്ടായാലും ഫെയ്ത്ത് ഹോമിൽ കൊണ്ട് കൊടുക്കുന്ന പണിയൊന്നും അധികം പേർക്കില്ല. അവന് എന്തെങ്കിലുമൊക്കെ മാസത്തിൽ ഒരിക്കൽ കൊടുത്ത് അവരുടെ ആ ദൗത്യം നിർവഹിക്കുന്ന പോലെയാണ്. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നു. നാട്ടിലെ കാര്യം ഞാൻ പറഞ്ഞത്. പറയട്ടെ, ഇവിടെ പറയുന്ന ആ കാര്യം. അപ്പോൾ അതിന് പ്രതിഫലം കിട്ടുമെങ്കിൽ, ഇനി ഞാൻ ഒരു കാര്യം പറയാം. ആ ദിവസം ഏതാ ദിവസം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 5-10 2 മിനിറ്റോടെ എടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 5-10 ഇങ്ങനെയാണ് പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുയേശുവിന്റെ അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. സ്തോത്രം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതിനാണ് ആ ദിവസം എന്ന് പൗലോസ് വിശേഷിപ്പിച്ചത്. നിത്യതയിൽ പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നറിഞ്ഞ് ആ നല്ല പ്രതിഫലം വാങ്ങിക്കാൻ
നമുക്ക് ഒരുങ്ങാം. ആമേൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ആമേൻ. പ്രാർത്ഥിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കും തണുപ്പിച്ചവർക്കും ഒരു പ്രതിഫലം ഉണ്ടെന്ന പറഞ്ഞു വന്നത്. എന്നിട്ട് ആ 16 വാക്യത്തെ ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ പറയുകയാണ്. കർത്താവ് അവനും അവന്റെ കുടുംബത്തിന് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു. ആമേൻ. അത് പൗലോസ് അറിഞ്ഞു എങ്കിൽ അവനെ വിസ്മരിക്കാതെ അവന്റെ കുടുംബത്തിന് കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു തത്വം, ഒരു സത്യം നിങ്ങളോട് പറയാം. ആമേൻ. ഒനേസിഫോരോസ് മരിച്ചെങ്കിലും ആ കുടുംബത്തിന് നാം ചെയ്താൽ നമ്മുടെ മക്കൾക്ക് ദൈവത്തിന്റെ കരുണ കിട്ടും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ദിവസത്തിൽ കരുണ ലഭിപ്പാൻ നമുക്ക് മാത്രമല്ല, ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ആ എല്ലാവരുടെ ജീവിതത്തിൽ ആമേൻ ഇന്ന് രാത്രി ഓർപ്പിക്കുകയാണ്, നാം ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഈ നാമത്തിന് വേണ്ടി ചെയ്താൽ നമ്മുടെ തലമുറയെ ദൈവം മറക്കയില്ല. ഓർക്കുന്ന ദൈവമാണ്, കരുണ കാണിക്കട്ടെ എന്ന്. അതുകൊണ്ട് നമുക്ക് ഈ കാലത്ത് ഇനിയുള്ള ശേഷിക്കുന്ന കാലം ജീവിച്ചിരിക്കുമ്പോൾ ആമേൻ നമുക്കും നമ്മുടെ തലമുറകൾക്ക് കൂടെ ദൈവത്തിന്റെ കരുണ ലഭിക്കേണ്ടതിന്, ആ ദിവസത്തിൽ പ്രതിഫലം ലഭിക്കേണ്ടതിനുമായി നമുക്ക് പ്രവർത്തിക്കാം. ഒനേസിഫോരോസിനെ പോലെ നമുക്ക് പ്രവർത്തിക്കാം, നിലനിൽക്കാം. നമ്മുടെ കർത്താവ് വരാറായി, അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.